പ്രിയപ്പെട്ടവരെ, ഗ്രഹസ്ഥിതിയും നക്ഷത്രസ്ഥിതിയും പരിശോധിച്ചപ്പോൾ ചില കൂറുകളിൽപ്പെട്ട വ്യക്തികൾക്ക് കുറച്ച് ഭാഗ്യദായകമായിട്ടുള്ള അനുഭവങ്ങൾ മുന്നോട്ട് കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. 2026 ഏപ്രിൽ മാസം 1-ാം തീയതി തൊട്ടാണ് ഇത് ആരംഭം കുറിക്കുന്നത്. അത് ആ മാസം 30-ാം തീയതി വരെ അതിൻ്റെ ഫലം കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഈ കാലയളവിൽ നമ്മൾ ഭാഗ്യദായകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിൽ വിജയം കൈവരിക്കുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. കാര്യം ഇത്രയും നാളും നമുക്ക് ലഭിക്കാതിരുന്ന ചില സൗഭാഗ്യങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ വന്നു കൂടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗ്യങ്ങളെല്ലാം നമുക്ക് വന്നു ചേരാൻ നമ്മൾ ഈശ്വരഭജനം ചെയ്യേണ്ടത് എങ്ങനെ, ഏതൊക്കെ മേഖലയിലാണ് വരുന്നത്, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത് ബാധകമായത് എന്നൊക്കെ ഉള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറിനെ തന്നെ നോക്കാം. മേടക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, കാല് ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽപ്പെട്ടത്. ഇവർക്ക് കുറെ കാലമായിട്ട് ഇവരുടെ കൈവിള്ളയിൽ വന്നു തട്ടിമാറി അങ്ങനെ നിൽക്കുന്ന ചില ഭാഗ്യദായകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് അവർ ഇനി കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവസാന നിമിഷം ഇവരുടെ കൈവിള്ളയിൽ വന്ന് ചേരും എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, വാഹനയോഗം ഇവർക്ക് ഉള്ള ഒരു കാലഘട്ടമാണിത്. കാര്യം ഇവർക്ക് കുറെ കാലമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഇത് മാറ്റിവെക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇവർ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങി, പക്ഷെ ഇതൊന്നും കിട്ടാതെ പോയി. അങ്ങനെയുള്ളവർക്ക് വാഹനയോഗം കിട്ടുന്ന കാലയളവായിരിക്കും ഇത്. മാത്രമല്ല, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉപരിപഠന സാധ്യതകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. അത് ഭാഗ്യത്തിന്റെ ബലത്തിലായിരിക്കും ഇവർക്ക് കിട്ടുന്നത്, അല്ല അവരുടെ കഴിവിന്റെ ബലത്തിലാണെന്ന് നമുക്കിത് പറയാൻ പറ്റില്ല. കാര്യം ഇവിടെ ഭാഗ്യമാണ് വർക്ക് ചെയ്യുന്നത്. പരീക്ഷാ വിജയം അത് ഇതിനെ പോലെ തന്നെ അത് ഭാഗ്യത്തെ മുൻനിർത്തിയിട്ട് ഇവർക്ക് ലഭ്യമാകും എന്നാണ് പറയുന്നത്. മാത്രമല്ല, വസ്തു വാങ്ങാനും വിൽക്കാനും ഈ ഒരു കാലയളവ് സഹായകരാകും. ഇതിനെല്ലാം നമ്മുടെ പക്ഷത്തു നിന്നുള്ളൊരു ഇൻപുട്ട് വേണം. നമ്മൾ അങ്ങോട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരം തുറന്നു കിട്ടുമെന്നാണ് കാണപ്പെടുന്നത്. അപ്പോൾ അടുത്ത കൂറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ അറിവുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇനി അടുത്തത് തുലാക്കൂറാണ്. ചിത്രയാര, ചോതി, വിശാഖത്തിൽ മുക്കാല് ഇവ ചേർന്നിട്ടുള്ളതാണ് തുലാക്കൂർ എന്ന് പറയുന്നത്. ഈ കൂറുകാർക്ക് മംഗല്യപരമായിട്ടുള്ള ഭാഗ്യം വന്നു കൂടുന്ന കാലഘട്ടമാണ്. പല കാരണങ്ങളായിട്ട് കല്യാണം ഇങ്ങനെ മുടങ്ങി നിൽക്കുക, അല്ലെങ്കിൽ കല്യാണം തൊട്ടടുത്ത് വന്ന് തട്ടിമാറി പോവുക, അങ്ങനെയുള്ളവർക്ക് അതിനുള്ള അവസരം കിട്ടും. പിന്നെ ഏതെങ്കിലും തൊഴിലിൽ പ്രവേശിക്കാൻ ഏതെങ്കിലും ലിസ്റ്റിലൊക്കെ ചെന്ന് പെട്ടവർക്ക് തൊഴിൽ സാധ്യത കൂടുതലായിട്ട് വരുന്ന ഒരു കാലയളവാണ്. പരീക്ഷ തൊഴിലിന് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന കാലയളവാണ്. വലിയൊരു ഭാഗ്യത്തിൻ്റെ ആനുകൂല്യത്തിൽ വലിയൊരു അപകടത്തിൽ നിന്ന് ഇവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോരുന്നതുമാണ്. മാത്രമല്ല, യഥാസമയത്ത് ചികിത്സ ചെയ്തതുകൊണ്ട് ചില രോഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആപത്ഘട്ടത്തിൽ നിന്ന് ഇവർക്ക് മാറി നടക്കാൻ പറ്റുന്നതാണ്. ചില ചെറിയ നറുക്കെടുപ്പുകളിലൂടെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടവും കൂടിയായിരിക്കും ഇത്. ആരോഗ്യ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് കൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് മാറിപ്പോകേണ്ടുന്ന ചില പ്രശ്നങ്ങളൊക്കെ മാറ്റം ഉണ്ടായി വരുന്നതാണ്. ഇലക്ട്രിക് ഷോക്കിൽ നിന്നൊക്കെ രക്ഷ നേടാൻ പറ്റുന്ന കാലഘട്ടമാണ്. വളരെ സേഫായിട്ട് തന്നെ നോക്കണം, എങ്കിലും രക്ഷ നേടും എന്നുള്ളത് കാണുന്നുണ്ട്. ഇനി അടുത്ത് മകരക്കൂറാണ്. ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തര ഇവ ചേർന്നിട്ടുള്ളതാണ് മകരക്കൂർ എന്ന് പറയുന്നത്. ഈ കൂറിൽപ്പെട്ടവർക്ക് ഭാഗ്യദായകമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ വന്നു കൂടുന്നതാണ്. വസ്ത്രലാഭം ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. പ്രണയപരമായിട്ടുള്ള കാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരുന്നതാണ്. വിദേശത്ത് നിന്നുള്ള ചില സഹായങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ്. കുറെ നാളായിട്ട് നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില വസ്തുവകൾ ഇവർക്ക് ലഭ്യമാകുന്നതാണ്. പുരോഗതിയെ കാക്ഷിച്ചുകൊണ്ടുള്ള ചില പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതാണ്. സമ്മാനാദികൾ ഇക്കാലയളവിൽ ലഭ്യമാകുന്നതാണ്. ആരംഭിക്കാൻ മടിച്ചിരുന്നിട്ട് പിന്നീട് രണ്ടും കൽപ്പിച്ച് തുടങ്ങിയ ചില കാര്യങ്ങളിൽ നിന്ന് നേട്ടം ഉണ്ടായി വരാനും ഈ ഒരു കാലയളവ് ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്താനും പുരോഗതി കൈവരിക്കാനും ഈ കാലയളവ് നേട്ടം നൽകുന്നതാണ്. ഇനി അടുത്ത കൂറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷമായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ അഡ്മിൻ നോട്ട് ചെയ്ത് എന്നെ ഏൽപ്പിക്കും. അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന
വീഡിയോകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ അത് വേണ്ടേ, അതും കൂടെ പ്രയോജനപ്പെടുത്തൂ കേട്ടോ. ഇനി അടുത്ത മീനക്കൂറാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങൾ ചേർന്നിട്ടുള്ളതാണ് മീനക്കൂർ എന്ന് പറയുന്ന. ഇവർക്ക് സന്താനദായകമായിട്ടുള്ള ഒരു കാലയളവാണ്. കുറെ കാലമായിട്ട് സന്താന യോഗമൊന്നും ഇല്ലാത്തവർക്ക് ഈ സമയത്ത് ചികിത്സയിലൂടെ അല്ലാതെയൊക്കെ സന്താന ഭാഗ്യം കൈവരാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. വാഹനയോഗം, അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള സ്വത്തുക്കൾ ലഭ്യമാകാനുള്ള സാധ്യത, വസ്തുവകൾ വിൽക്കാനും വാങ്ങിക്കാനുള്ള അവസരം, ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യത, ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള അവസരം, പുതിയ സംരംഭങ്ങളിലൂടെ വിജയം സിദ്ധിക്കുന്നത്, ആരോഗ്യ പരിരക്ഷ, സർക്കാർ സേവനങ്ങളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ മുതലായവ ഈ കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏപ്രിൽ മാസം 30-ാം തീയതി വരെയാണ് ഈ ഒരു കാലഘട്ടം. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ഈ ഈശ്വരാധീനം നമ്മൾ വർദ്ധിപ്പിക്കണം. ഈ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ തനിയെ വന്ന് കയറുന്ന ഒന്നല്ല ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മം പകുതി ഉണ്ടാവണം, പകുതി ഈശ്വരൻ നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. അതിനായിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് കഴിപ്പിക്കുകയാണ്. കുടുംബക്ഷേത്രം മറന്നു കിടന്നു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനം ഒരിക്കലും തെളിയാറില്ല. അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രം ഇനി അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു ക്ഷേത്രത്തെ നിങ്ങളുടെ ഇഷ്ടദേവതാ സങ്കല്പമായിട്ട് കണ്ടിട്ട് അത് കുടുംബക്ഷേത്രം എന്നുള്ള സങ്കല്പത്തിൽ അവിടെ നിങ്ങളുടെ വഴിപാടുകളും മറ്റുമൊക്കെ നടത്തുക. മാത്രമല്ല ഭാഗ്യസൂക്തം മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയോറും കൃഷ്ണന്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ കഴിപ്പിക്കണം. ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം പോയി തൊഴുന്നതും ഒപ്പം തന്നെ നീല എരിക്കിന്റെ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ഗുണകരമാണ്. മാത്രമല്ല മാസത്തിലെ ഒരു ചതുർത്ഥി വെച്ച് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നതും ഗുണകരമാണ്. അപ്പോൾ ഈ ഒരു നല്ല കാലയളവിനെ മികച്ചതാക്കി മാറ്റാൻ നിങ്ങളുടെ പരമാവധി പരിശ്രമങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊടുക്കണം. ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവിധ ഈശ്വര ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ പേരെഴുതുന്ന എല്ലാവരെയും പൂജാ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിക്കുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കൂടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.